ദേ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച നല്ലൊരു 4 BHK വീട്, അതും ഫുൾ ഫർണിച്ചർ അടക്കം, വെറും 1 വർഷം മാത്രം പഴക്കം. ഇതിനകത്ത് താമസിച്ചിട്ടില്ല. കാരണം താമസിക്കാനിരുന്നപ്പോഴേക്കും അവർക്ക് വേറൊരു വീട് എക്സ്ചേഞ്ച് കിട്ടി. ഭയങ്കര ലാഭത്തിലൊരു വീട് കിട്ടി കഴിയുമ്പോഴേക്കും അവർ ആ വീടെടുത്ത് പിന്നെ ഈ വീട് അങ്ങോട്ട് കൊടുത്തേക്കാന്ന് വെച്ച്. ഈ വീട് പണിതുകൊണ്ടിരുന്ന് ഏകദേശം പണി തീർന്നു കഴിഞ്ഞപ്പോഴാണ് ആ വീട് അവർക്ക് കിട്ടിയത്. അത് കാരണം പിന്നെ അവരങ്ങാട് മാറി. അപ്പോൾ ഈ വീട് കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ വീട് പണിതേക്കണുണ്ടല്ലേ, വാക്ക ഇതിലാണ് പണിതേക്കണം. ഇതാണ് ലിവിങ് ഏരിയ. കാരണം അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആ ഒരു ഇതിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പവും ഇതൊക്കെ നോക്കി കണ്ടത് അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടാണ് ഇതെല്ലാനും. കാരണം ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലാണ് അവർക്ക് അങ്ങനെ ഒരു എക്സ്ചേഞ്ച് വഴി ഒരു നല്ലൊരു വീട് വന്നു കഴിഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് മാറിയതാണ്. ഇതണ്ട എന്താ ഒരു ലുക്ക് നോക്കി വീട്, നല്ലൊരു വീട്. ഇത് വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ നോക്കി എന്താ ഒരു റിച്ച് അല്ലേ. കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ ആ ഒരു ഐഡിയയിൽ പണിത് ഭംഗിയാക്കിയൊരു വീടാണിത്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് കിച്ചണൊക്കെ നോക്കി എന്താ ഒരു വലിപ്പം നോക്കി കിച്ചന്. കണ്ട എല്ലാ സംഭവവും സെറ്റ് ചെയ്ത് കഴിഞ്ഞ്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കണ്ട ഇൻവെർട്ടർ ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഇട്ടേക്കണം. കണ്ട അതൊക്കെ ആ ഒരു അലമാരിയൊക്കെ ഉണ്ടാ, നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കണ അലമാരി തുറന്ന് കാണിച്ചു തരാം. കണ്ട ഇതൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ അവരുടേതായ ഐഡിയയിൽ എല്ലാം ചെയ്ത് ഫിനിഷിങ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഈ വീടിൻ്റെ ചിലപ്പോൾ ഭാഗ്യം കൊണ്ടായിരിക്കട്ടെ, ഈ വീട് ഒരു ആശയമായിരിക്കുള്ളൂ. അവർക്ക് നല്ലൊരു ഇതിനേലും വലിയൊരു വീട് എക്സ്ചേഞ്ച് വഴി കിട്ടി. ഇപ്പോൾ അവർ താമസിക്കുന്ന വീടായിട്ട് എക്സ്ചേഞ്ചിൽ അങ്ങനെ തന്നെ കിട്ടി. അവരിപ്പോൾ അങ്ങാട് മാറി. അപ്പോൾ ഈ വീട് ഇപ്പോൾ കാരണം ഇത് ഫിനിഷിങ് സ്റ്റേജ് ആയിരുന്നു. കാരണം ഇൻറ്റീരിയലും കംപ്ലീറ്റ് എല്ലാ വർക്കും കഴിഞ്ഞ് കിടക്കുന്ന ടൈമിനാണ്. കാരണം പുറത്തെ പണി എന്താണ് ബാക്കിയുള്ള ടൈമിനാണ് അവർ ഇത് മാറിയെന്നാണ് പറഞ്ഞത്. ഇതേ സെക്കൻഡ് കിച്ചൺ. അപ്പോൾ അങ്ങനെ ഇതേ ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഇത് ഇവിടെ തന്നെ കൊടുത്തേക്കണം. ഇതേ ബാക്കിലാണെങ്കിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കിണർ ഉണ്ട്, ഇഷ്ടം പോലെ വാഴ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 4 കൊലച്ച് നിൽക്കുന്നതാണ്. അതെ ആ നേരെ കാണുന്നത്. ഇനി അങ്ങാടുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാവ്, ബഡ് മാവ്. ഇവിടെ ഒരു സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീനും ഇതൊക്കെ സെറ്റ് ചെയ്യുക, രാവിലെ പല്ല് കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു സ്പേസ് ആണെന്നാണ് തോന്നണം. അതായത് ഇവിടെ വേസ്റ്റ് വാട്ടർ പോകാനുള്ളത്, കറണ്ട് കണക്ഷൻ, പൈപ്പ്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അലക്കണ കല്ല് ഇവിടെ തന്നെ വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് അവരുടെ ആവശ്യത്തിന് ഇങ്ങനെ എല്ലാം കണ്ട 2 വാഴ കൊലച്ച് ഒരുപോലെ കിടക്കണുണ്ട. ഇത് സർവൻറ്റിനുള്ള ബാത്റൂമാണ്. അവരവരുടേതായ ഐഡിയയിൽ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കൊടുത്തൊരു വീട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം വീട് അത്രയും ക്വാളിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വീടുകളും അങ്ങനെ ആയിരിക്കുള്ളൂ. നമ്മൾ അങ്ങനെയുള്ള വീട് സെലക്ട് ചെയ്താണ് കൂടുതലും ചെയ്യണം. ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിക്കുന്ന വീടുകളൊക്കെയാണ് നമ്മൾ ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ DRK ഡ്രീം ഹോമിൽ വേറൊരു വീട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാക്കനാട് മുക്കാട്ടുപടിയിലൊരു 10 സെൻറ്റ് സ്ഥലവും വീടും. അതും ഒരു 4 വർഷം പഴക്കമുള്ള ഫുൾ ഫർണിഷ്ഡ് വീടാണ്. ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ്. ഇതിന് ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കിയോട്ടെ കേട്ടോ. അതുപോലെ തന്നെ ക്ലോസറ്റ് നോക്കി വാൾ മൗണ്ടനാണ് കൊടുത്തേക്കണം. അതായത് മറ്റേ ഫ്ലോറിൽ വെക്കണമെങ്കിൽ അതിൻ്റെ അരികിലൊക്കെ അഴുക്കാവും. ഇത് അഴുക്കെന്ന് പറഞ്ഞ സംഭവം വരില്ല കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഇതുണ്ട്. അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ആ സോപ്പും ഷാമ്പൂ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസാണത്. അതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഓരോരുത്തർ ഐഡിയയിൽ പണിതേക്കണ ഒരു വീട്. കട്ടിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് എൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോയിട്ടാ. കാരണം അവിടുത്തെ ബെഡ് ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റുള്ളവർ ഉപയോഗിച്ചല്ലേ. അപ്പോൾ ഇവിടുത്തെ ബെഡ് കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി. അടുത്ത റൂം, അതിൻ്റെ ബാത്റൂം. ഈ ക്ലോസറ്റിനൊക്കെ ഏകദേശം 25,000 രൂപയ്ക്ക് വില തന്നെ ക്ലോസറ്റാണ്ട. കാരണം എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയലാണ് കയറ്റിയേക്കണം. കാരണം അവരങ്ങനെ പണിതാണിത്. കാരണം ഇത്
വിൽക്കേണ്ടി വരും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പണിതൊരു വീടല്ലല്ലോ. അപ്പോൾ അത് കാരണം അവർ നല്ല ക്വാളിറ്റി തന്നെയാണ് പണിത്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഒക്കെ സൈഡ് ലൈറ്റ് കണ്ട, ഭിത്തിയിൽ ലൈറ്റ് കൊടുത്തേക്കണേണ്. രാത്രിയൊക്കെ കാണണം, നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഉണ്ടോ മൊത്തം ലൈറ്റും കാര്യങ്ങളും എന്താ ഒരു ഭംഗി നോക്കി. ഇനി മുകളിലുണ്ട് 2 ബെഡ്റൂം. അത് 2 ബെഡ്റൂം അറ്റാച്ച്ഡാണ്, 2നും ബാൽക്കണിയും ഉണ്ട്. അത് നല്ലൊരു ഏരിയ വേണ്ട. ഇതിവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. അവരെന്തിനാണ് അത് ഇട്ടതെന്ന് എനിക്കറിയില്ല. മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം, അതിൻ്റെ ബാൽക്കണി ഉണ്ട്, അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ. അവന് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ അടുത്താണ്ട. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലോട്ട് വെറും 500 മീറ്ററേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലോട്ടും ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളു. ഇത് വാഴപ്പള്ളി ജംഗ്ഷനിലോട്ടാണെങ്കിൽ 1.5 കിലോമീറ്ററാണ്. അതിൻ്റെ ബാത്റൂം കേട്ടോ. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ നോക്കി വെച്ചാൽ സിവിൽ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് വീട്. 500 മീറ്ററേ ഉള്ളൂ, നടക്കാവുന്ന ദൂരമുള്ളൂ. പിന്നെ മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡിലോട്ടാണെങ്കിൽ KSRTC പ്രൈവറ്റിലോട്ട് ഒരൊറ്റ ദൂരമാണ്, 4.5 കിലോമീറ്റർ. അപ്പോൾ മൂവാറ്റുപുഴ ടൗണിനടുത്ത് നിങ്ങൾക്ക് ഒരു നല്ലൊരു വീട് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീട് നോക്കിക്കോ. കാരണം ഈ വീട് അത്രയും ക്വാളിറ്റി ഉള്ള വീടാണ്. വാങ്ങിക്കണം, നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഇവർ ഇതിന് ചോദിക്കണ വില 90-95 ആണെങ്കിൽ നമുക്കൊരു 80 രൂപയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 80-85 രൂപയ്ക്ക് എന്തായാലും കിട്ടും ഈ വീട്. അത്രയും നല്ല വീടുമാണ്. കാരണം അവരിപ്പോൾ വില കുറച്ച് കൊടുക്കുക. കാരണം അവർക്ക് മുടക്കിയ മുതൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ചുറ്റുമൊക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ പുതിയ വീടാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പുതിയ വീട് വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് ഇത് 7.5 സെൻറ്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ്. ഫുള്ള് ബ്രാൻഡഡ് മെറ്റീരിയലും. കാരണം അവർ നിന്ന് തന്നെ പണിയിപ്പിച്ച വീടാണ്. അപ്പോൾ ഇതിന് ചോദിക്കണ വിലയാണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു 80-85 രൂപ, 80-ൻ്റെ ഉള്ളിൽ കിട്ടും. 80-ൻ്റെ ഉള്ളിലോട്ട് പോകില്ല, 85-നും 80-നോടൊക്കെ വരുമെന്നാണ് നമ്മളൊരു വിശ്വാസം. അത് നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ മതി. ഉണ്ട് ഇവിടെയും ഉണ്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ്, കറണ്ട് കണക്ഷനും വൈപ്പ് കണക്ഷനും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇനി ഓപ്പൺ ഏരിയ വേറെ ഉണ്ട് നമുക്ക്. ഇത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടേക്കുന്ന ഏരിയയാണ്. നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനിടാൻ വേണ്ടി ഇവിടെ വാഴയൊക്കെ കുലച്ചിരിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള വീടുണ്ടോ. ഇവിടെ നല്ല കാറ്റുമാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് അഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തുണിയൊക്കെ കൂടെ സുഖമായിട്ട് ഉണക്കാനിടാം. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിലും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാം.